വെൽക്കം. തഹമനാണ് ആന്റി പാർക്കിൻസൺസ് ഡ്രഗ്സ്. ഈ വീഡിയോ സീരീസിൽ നമ്മൾ 4ാമത്തെ വീഡിയോ ചെയ്യുന്നത് MAO-B ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിവഡോപ്പ, കാർബിഡോപ്പ പ്രധാനപ്പെട്ട ഡ്രഗ് പറഞ്ഞു. ആൻഡ് പാർക്കിൻസൺസ് ഡിസീസിലെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡോപ്പമിൻ, സ്ട്രയേറ്റത്തിൽ ഡോപ്പമിൻ കുറവാണ്. സോ സ്ട്രയേറ്റത്തിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. ഇത് ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ന്യൂറോണിൽ നിന്ന് ഡോപ്പമിൻ ഇങ്ങനെ റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. വി ആർ ടേക്കിംഗ് ഇൻ, അല്ലെ? അതിന് റീഅപ്ടേക്ക് എന്നാണ് പറയാം. ബൈ ഡോപ്പമിൻ ട്രാൻസ്പോർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നു. ഇങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ മൈറ്റോകോൺട്രിയ ഉണ്ട്. ഈ മൈറ്റോകോൺട്രിയയിൽ ഒരു എൻസൈം ഉണ്ട്, മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ. അതിനകത്ത് എൻസൈമിന്റെ പേര് MAO എന്നാണ്. MAO-B ആണ്. ബ്രെയിനിലെ B ആണെന്ന് ഓർത്തിരിക്കുക. സോ മോണോ അമീൻ ഓക്സിഡേസസ് എന്ന് പറയുന്ന എൻസൈംസ് ഈ തിരിച്ചെടുത്ത് ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിരിച്ചെടുത്ത സാധനത്തിനെ നശിപ്പിക്കും. സോ നമ്മൾ ഈ MAO തടഞ്ഞാൽ, ഇഫ് വി ഹാവ് സം ഡ്രഗ്സ് വിച്ച് ക്യാൻ ബ്ലോക്ക് ദിസ് MAO-B എൻസൈംസ്, അപ്പൊ എന്ത് സംഭവിക്കും? ഡോപ്പമിന്റെ അളവ് കൂടും. ഡോപ്പമിൻ തിരിച്ചതിനകത്തേക്ക് വെസിക്കിൾ സ്റ്റോർ ചെയ്യും, വീണ്ടും റിലീസ് ചെയ്യാൻ പറ്റും. സോ ഡോപ്പമിൻ കുറവ് എന്നുള്ളൊരു പ്രശ്നം നമുക്ക് കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഡോപ്പമിൻ കുറവുള്ള രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. സോ ഈ രോഗത്തിൽ ഇത് പ്രയോജനം ചെയ്യും. സോ ഇതാണ് ഈ മരുന്നുകളുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി MAO 2 തരമുണ്ട്. MAO-B മാത്രമല്ല, MAO-A എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. MAO-A. ഓക്കെ, MAO-B ബ്രെയിനിലാണെന്ന് ഞാൻ പറഞ്ഞു, ബ്രെയിനിലാണ് കൂടുതൽ. ദെൻ MAO-A 5HT എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ദെൻ ഓൾസോ നോറഡ്രിനാലിൻ. ഇവയൊക്കെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഇവിടെ PDയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസിൽ ഉപയോഗിക്കുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള MAO-Bയിൽ മാത്രം സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഹിബിറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ MAO-B ഇൻഹിബിറ്റേഴ്സ് എന്ന പേര് നമ്മൾ ഉപയോഗിച്ചത്. സോ MAO-B ഇൻഹിബിറ്റേഴ്സ് ആണ് പാർക്കിൻസൺസ് രോഗത്തിൽ നമ്മൾ ഉപയോഗിക്കുക. സോ ഇതിനെ തടയുകയാണെന്ന് നമ്മൾ പറഞ്ഞു. തടയുക 2 രീതിയിൽ നമുക്ക് തടയാം. ഒന്ന് പെർമനന്റ് ഓർ ഇറിവേഴ്സിബിൾ. സോ ആദ്യത്തേത് ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. അതാണ് ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ നമുക്ക് റിവേഴ്സിബിൾ, തടയുന്നു, കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നു. ഇങ്ങനെ അതിനെ നമ്മൾ റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ആൻഡ് ഇറിവേഴ്സിബിൾ 2 മരുന്നുകളുണ്ട്. ഒന്ന് സെലിജിലിൻ എന്ന് പറയുന്ന മരുന്നാണ്. രണ്ടാമത്തത് റസാജിലിൻ എന്ന് പറയുന്ന മരുന്ന്. റസാജിലിൻ താരതമ്യേന പുതിയതാണ്, 2005 വന്നത്. അസിലക് എന്നിട്ടാണ് ഒരു ബ്രാൻഡ്. റിവേഴ്സിബിൾ ഒരു ഗ്രൂപ്പ് മരുന്നുള്ളൂ. 2017 സഫീനാമൈഡ് എന്ന് പറയുന്ന താരതമ്യേന പുതിയായിട്ടുള്ള ഒരു മരുന്നാണ്. സോ 3 മരുന്നുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക: സെലിജിലിൻ, റസാജിലിൻ ആൻഡ് സഫീനാമൈഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഉപയോഗം, ഈ മരുന്ന് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറിവേഴ്സിബിൾ, ആദ്യം നമ്മൾ ഈ ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുക. ഇറിവേഴ്സിബിൾ MAO-B എന്ന് വെച്ചാൽ സെലിജിലിനും റസാജിലിനും ഉൾപ്പെടെ. എങ്കിലും ഞാൻ ആദ്യം പറയുന്നത് റസാജിലിനെ കുറിച്ചിട്ടായിരിക്കും. അതിന് പാർക്കിൻസോൺസിൽ 2 തരം ഉപയോഗങ്ങളുണ്ട്. സോ 2 രീതിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കും. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം, ഇനീഷ്യൽ ഓർ ഏർലി പാർക്കിൻസൺസ് ഡിസീസ്. ഏർലി PD എന്നാണ് ഞാൻ എഴുതുക. ഏർലി തുടങ്ങുന്നു, രോഗം ലക്ഷണങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് ഈ മരുന്നുകൾ ഫസ്റ്റ് ഡ്രഗ്, ആദ്യത്തെ ഡ്രഗായിട്ട് മോണോതെറാപ്പി ആയിട്ട് ഉപയോഗിക്കാം. മോണോതെറാപ്പി എന്ന് വെച്ചാൽ ഈ മരുന്ന് മാത്രം, അതിനുള്ള അനുമതിയുള്ള മരുന്നാണിത്. അതിന് അപ്രൂവ്ഡ് ആണ് ഈ മരുന്നുകൾ, പ്രത്യേകിച്ച് റസാജിലിൻ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് പീപ്പിൾ ബിലോ 65, 65 കൂടിയാണെങ്കിൽ ഈ മരുന്ന് തന്നെയാണ്. ഇന്ത്യയിലൊക്കെ ഈ മരുന്ന് തന്നെയാണ് ഉപയോഗിക്കുക. മറ്റു ചില രാജ്യങ്ങളിൽ ഡോപ്പമിൻ അഗോണിസ്റ്റ് ഉപയോഗിച്ചേക്കാം. സോ റസാജിലിൻ ഈസ് ഫോർ ഏർലി PD ആസ് മോണോതെറാപ്പി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം റസാജിലിൻ എന്ന് പറയുന്ന മരുന്നിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. സെലിജിലിനും കുറച്ചുണ്ട്, പക്ഷെ റസാജിലിനാണ് ഇത് കൂടുതൽ. സോ ദിസ് ദ ഓൺലി ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. പാർക്കിൻസൺസ് രോഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റെല്ലാ ഗ്രൂപ്പുകൾ നോക്കിയാലും ഈ ഗ്രൂപ്പിന് മാത്രമാണ് വിച്ച് ഹാസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് അവർ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുള്ളത്. സോ പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രോഗ്രഷൻ, ഡിസീസ് ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഡിസീസ് പ്രോഗ്രഷൻ തടയാൻ പറ്റുന്ന ഏക ഗ്രൂപ്പ് മരുന്നുകൾ ഇതാണ്, പ്രത്യേകിച്ച് റസാജിലിനാണ്. സോ ഡിസീസ് ആ പ്രോഗ്രഷൻ നടക്കാൻ കാരണം ബ്രെയിനിൽ സബ്സ്റ്റാൻഷ്യ നിഗ്ര പാസ് കോമ്പാക്റ്റയിൽ അവിടെ ഫ്രീ റാഡിക്കൽസ് മൂലമുള്ള ഇഞ്ചുറി ഉണ്ടാകുന്നു. അമിതമായിട്ട് ഡോപ്പമിൻ ഉണ്ടാകുമ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി, പിന്നെ ഡോപ്പമിൻ ഒട്ടും ഇല്ലാതാകുന്നു. സോ അങ്ങനെയുള്ള ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി കുറയ്ക്കുന്നു, ഫർദർ ഇഞ്ചുറി മൊത്തം കുറയ്ക്കുന്നു എന്നതാണ് ഈ ഉപയോഗത്തിന്റെ ഹൈലൈറ്റ്. സോ ഫസ്റ്റ് യൂസസ് ഇൻ ഏർലി PD ആസ് മോണോതെറാപ്പി. ഇനി ഈ റസാജിലിന്റെയും സെലിജിലിന്റെയും സ്ട്രക്ചർ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിലൊരു അസെറ്റിലിൻ പോർഷൻ ഉണ്ട്. ആൻഡ് അസെറ്റിലിൻ പോർഷൻ ഈ ഭാഗമാണ് MAO-B ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുക. സോ ഈ എൻസൈം ഈസ് ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ആയിട്ട് തടയണം, എന്നേക്കുമായിട്ട് തടയും. ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പ് മരുന്ന് സഫീനാമൈഡ് ആണ്. സഫീനാമൈഡിന് ഈ അസെറ്റിലിൻ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ദാറ്റ്സ് എ
റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ആണ്. സോ റസാജിലിൻ ആൻഡ് സെലിജിലിൻ ആർ റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ. സഫിനാമൈഡ് ഈസ് ആൻ റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ. സോ റസാജിലിനാണ് നമ്മൾ മോണോതെറാപ്പി ആയിട്ട് ഏർലി പി ഡിയിൽ ഉപയോഗിക്കുന്നത്. സോ അതാണ് ഫസ്റ്റ് ഉപയോഗം. ഇനി രണ്ടാമത്തെ ഉപയോഗം, സെക്കൻഡ് ഉപയോഗം, അതും പാർക്കിൻസൺസ് ഡിസീസ് തന്നെയാണ്. അത് ലേറ്റ് പി ഡിയിലാണ്. ലേറ്റ് പി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റു മരുന്നുകൾ ഇപ്പോൾ കാർബിഡോപ്പ, ലീവോഡോപ്പ കോമ്പിനേഷൻ ഉപയോഗിച്ച് കുറേ നാളൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സോ ഇവിടെ നമ്മൾ ലീവോഡോപ്പ കാർബിഡോപ്പ എന്ന് പറയുന്ന മരുന്ന് നൽകുന്നവരിൽ, ആ ഗ്രൂപ്പ് മരുന്നുവരിൽ നമ്മൾ പ്ലസ് ദിസ് റസാജിലിൻ ഓർ സെലിജിലിൻ ഓർ സഫിനാമൈഡ് നമ്മൾ കമ്പൈൻ ചെയ്യും. സോ ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്താ? ഇവിടെ നമ്മുടെ ലക്ഷ്യം ലീവോഡോപ്പ കാർബിഡോപ്പ ഉപയോഗിച്ചിട്ട് ലഭിക്കുന്ന ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ലീവോഡോപ്പ കാർബിഡോപ്പ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന എഫക്ട് നമ്മൾ പറഞ്ഞു ഓൺ ഓഫ് എഫക്ട് ഓർ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയും. സോ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കുക, ഡിക്രീസ് മോട്ടോർ ഫ്ലക്ച്വേഷൻസ്, ലഘൂകരിക്കലാണ് നമ്മളുടെ ഇവിടത്തെ ഉദ്ദേശം. സോ വിയറിംഗ് ഓഫ് എന്നും അതിന് പറയും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഗുണം കുറഞ്ഞു വരിക. സോ ലീവോഡോപ്പ കൊടുത്ത് ഉണ്ടായിട്ടുള്ള ഡോപ്പമിൻ കുറെ നേരം കൂടി ബ്രെയിനിൽ ഇവിടെ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ നമ്മുടെ രണ്ടാമത്തെ ഉദ്ദേശം. സോ ലേറ്റ് പി. സോ ഇതിന് നമുക്ക് 3 മരുന്നും കൊടുക്കാം. സഫിനാമൈഡ് കൊടുക്കാം, സെലിജിലിൻ കൊടുക്കാം, റസാജിലിൻ കൊടുക്കാം. 3 മരുന്നുകൾ ഉപയോഗിക്കാം. പക്ഷേ ഏർലി പിടിയിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റസാജിലിനാണ്, ബിക്കോസ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്ട്. ആൻഡ് ദിസ് ഇവിടെ ഉണ്ടാകുന്ന ഓഫ് എപ്പിസോഡ്സ്. സോ ഓഫ് എപ്പിസോഡ്സ് എന്ന് വെച്ചാൽ ഡോപ്പമിൻ ഒട്ടുമില്ലാതെയാകുന്ന ഒരവസ്ഥയാണ് ഓഫ് എപ്പിസോഡ്സ് എന്ന് പറയും. സോ അത് നിയന്ത്രിക്കുക, ഈ ഘട്ടം നിയന്ത്രിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അതിന് സഫിനാമൈഡ് ഇതിന് മാത്രമേ പറ്റുള്ളൂ. സോ സഫിനാമൈഡ് ഈസ് ഓൺലി ഫോർ ഓഫ് പ്രിവെൻഷൻ ടു റെഡ്യൂസ് ദ ഓഫ് എപ്പിസോഡ്സ് ഓഫ് ലീവോഡോപ്പ തെറാപ്പി. അതിനാണ് ഇതിന്റെ സഫിനാമൈഡിന്റെ ഉപയോഗം. സോ ഇതൊക്കെയാണ് ഉപയോഗങ്ങൾ പാർക്കിൻസൺസ് ഡിസീസിൽ. ഇനി മരുന്ന് സെലിജിലിൻ എന്ന് പറയുന്ന മരുന്നിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. ഇത് MAO B ഇൻഹിബിറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവൻ എപ്പോഴും MAO B മാത്രമല്ല, 5 മില്ലിഗ്രാം പെർ ഡോസ് അതിൽ കൊടുത്താലാണ് MAO B ഇൻഹിബിറ്റർ ആയിട്ട്. ഡോസ് കൂടിക്കഴിഞ്ഞാൽ അവൻ എൻ്റെ തനി സ്വഭാവം കാണിക്കും. അത് MAO A-നെയും തടയും. സോ സെലിജിലിൻ ഡോസ് അബൌട്ട് 10 മില്ലിഗ്രാം. സോ ഇതാണ് പാർക്കിൻസൺസ് ഡിസീസിലെ പരമാവധി ഡോസ് 10 മില്ലിഗ്രാം ആണ്. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ MAO A ആൻഡ് MAO B ഇൻഹിബിറ്റർ ആണ്. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് TD ട്രാൻസ്ഡെർമൽ പാച്ച് ആയിട്ടാണ് ഉപയോഗിക്കുക. അത് ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്. ആൻഡ് ഇൻ മേജർ ഡിപ്രസീവ് ഡിസോർഡറിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. സോ TD പാച്ച് ട്രാൻസ്ഡെർമൽ പാച്ച് ആയിട്ട് ഉപയോഗിക്കുന്നത് ആന്റി ഡിപ്രസന്റ് ആണ്. ഗുളികയായിട്ട് നമ്മൾ കൊടുക്കുന്നത് പാർക്കിൻസൺസ് ഡിസീസിലാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. TD പാച്ച് ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, TD പാച്ച് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ MAO A എന്ന് പറയുന്ന എൻസൈം എവിടെയുള്ളത്, അത് GA-യിലുണ്ട്, ഇൻറ്റസ്റ്റൈനിലുണ്ട്. സോ അതുമൂലം നശിക്കുന്നില്ല ഈ മരുന്ന്. ട്രാൻസ്ഡെർമൽ ആകുമ്പോഴത്തേക്കും സ്കിന്നിൽ നിന്ന് ബ്ലഡിലേക്ക് പോകുന്നു. ബ്ലഡിൽ നിന്ന് ലിവറിൽ വെച്ച് മാത്രമേ നശിപ്പിക്കാൻ സാധ്യതയുള്ളൂ. ബ്രെയിനിലേക്ക് എത്തുമ്പോൾ MAO A-ക്ക് ആരെയൊക്കെ തടയാം? MAO A-ക്ക് അവിടെ 5HT, ദെൻ നോറഡ്രിനാലിൻ, ഇതൊക്കെ MAO A വഴി നശിക്കുന്നതാണ്. ഓക്കെ, സോ അതിനെയും കൂടി തടയുമ്പോഴത്തേക്കും നമുക്ക് ആന്റി ഡിപ്രസന്റ് എഫക്റ്റ് ആണ് കിട്ടുക. സോ 2 ഉപയോഗങ്ങളോട് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ഉപയോഗം കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതത്ര സംഭവമായിട്ടൊന്നും ഉപയോഗിക്കുന്നതല്ല. മൈൽഡ് ടു മോഡറേറ്റ് അൽഷീമേഴ്സ് ഡിസീസിലും നമ്മൾ ചിലപ്പോൾ ദിസ് ഡ്രഗ് സെലിജിലിൻ നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. സോ ഇതൊക്കെയാണ് സെലിജിലിന്റെ ഉപയോഗങ്ങൾ. ഇനി നമ്മൾ സെലിജിലിനെയും റസാജിലിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, സെലിജിലിൻ ആൻഡ് റസാജിലിൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ദിസ് ഈസ് ലോങ് ആക്ടിങ് ഇതാണ്. ആൻഡ് ഓൾസോ മോർ പൊട്ടന്റ് ആണ് എന്ന് പറയുമ്പോൾ ഡോസ് കുറവ് മതിയായിരിക്കും. സോ 1 മില്ലിഗ്രാം അത്രയും കൊടുത്താൽ മതി. സോ ഇറിവേഴ്സിബിൾ ആണ്, ഹാഫ് ലൈഫ് കൂടുതലാണ്. ദെൻ 1 മില്ലിഗ്രാം കൊടുത്താൽ മതി. മൊത്തത്തിൽ ശരിക്കും ഇതിന്റെ ഹാഫ് ലൈഫ് ഒക്കെ കുറവാണ്, പക്ഷെ ഇറിവേഴ്സിബിൾ ആയിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് കുറച്ച് കൊടുത്താലും അല്ലെങ്കിൽ കുറച്ച് നേരം ഹാഫ് ലൈഫ് ഉള്ളെങ്കിലും ഫുൾ ആയിട്ട് എഫക്ട് കിട്ടും. ഓക്കെ, സോ ഇത് 1 മില്ലിഗ്രാം ദിവസം ഒരു നേരം രാവിലെ കൊടുത്താൽ മതി. ഒറ്റയ്ക്ക് മോണോതെറാപ്പി ഏർലി പി ഡിക്ക് കൊടുക്കാനായിട്ട് ഒറ്റയ്ക്ക് ദിവസം രാവിലെ ഒരു നേരം കൊടുത്താൽ മതി. ലീവോഡോപ്പയ്ക്കൊപ്പം ലേറ്റിലാണെങ്കിൽ ഇതിലാണെങ്കിൽ 1 മില്ലിഗ്രാം ദിവസം ഒരു നേരം, 1 ടൈം. ഓക്കെ, OD എന്നാണ് നമ്മൾ പറയാം. ആൻഡ് ഇൻ ലേറ്റ് പി ഡിയിലാണെങ്കിൽ നമ്മൾ കൊടുക്കുക ആദ്യം 0.5 മില്ലിഗ്രാം അത്രയും കൊടുക്കുന്നു. അത്രയാണ് സാധാരണ കൊടുക്കുന്നുള്ളൂ. പിന്നീട് വേണമെങ്കിൽ വർദ്ധിപ്പിച്ചിട്ട് 1 മില്ലിഗ്രാം OD ആക്കി വർദ്ധിപ്പിക്കും. സെലിജിലിൻ ഞാൻ ഓൾറെഡി ഡോസ് പറഞ്ഞു, 5 മില്ലിഗ്രാം ആണ് നമ്മൾ ഉപയോഗിക്കുക. ലെസ് പൊട്ടന്റ് ആണ് റസാജിലിനേക്കാൾ. 5 മില്ലിഗ്രാം മോർണിംഗ്, ദെൻ 5 മില്ലിഗ്രാം ലഞ്ചിനൊപ്പം. പക്ഷേ നമ്മൾ രാത്രി ഇത് കൊടുക്കില്ല. വൈകിട്ട് നമ്മൾ സെലിജിലിൻ കൊടുക്കില്ല. കാരണം സെലിജിലിന് ചില മെറ്റബോളൈറ്റ്സ് ഉണ്ട്. സെലിജിലിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാം. സെലിജിലിന് ചില മെറ്റബോളൈറ്റ്സ് ഉണ്ട്. അതിന്റെ പേര് ഞാനിവിടെ എഴുതാം. L-ആംഫിറ്റമിൻ ആണ് ഒരെണ്ണം, മീഥൈൽ ആംഫിറ്റമിൻ ആണ് രണ്ടാമത്.
സോ ആംഫിറ്റമിൻസ് ഒക്കെ എന്താ CNS സ്റ്റിമുലൻസ് ആണ്, ആങ്സൈറ്റി ഉണ്ടാക്കും, ഇൻസോമിനി ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇത് രാത്രി നമ്മൾ കൊടുക്കാത്തത്. ആൻഡ് റസാജിലിന് ഇങ്ങനെയുള്ള മെറ്റബോളൈറ്റ്സ് ഇല്ല, നോ ആംഫിറ്റമിൻ ലൈക്ക് മെറ്റബോളൈറ്റ്, സോ നോ CNS സ്റ്റിമുലേറ്ററി എഫക്ട്. സോ ഇതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് രാത്രി കൊടുക്കില്ല. ഇനി സഫീനാമൈഡിന്റെ ട്രേഡ് നെയിം പുതിയ മരുന്നെന്ന് പറഞ്ഞു, സെഡാഗോ എന്നാണ് ഇതിന്റെ ട്രേഡ് നെയിം. പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത്. ലേറ്റ് പീഡിയിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓഫ് പീരീഡ് കുറയ്ക്കാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് കൊടുക്കുന്നത് ലീവോടൊപ്പം കൊടുക്കുന്ന ആൾക്കാരിൽ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് ദിസ് ഓൾസോ ലോങ് ആക്ടിംഗ് ആണ്. സംഭവം ലോങ് ആക്ടിംഗ് ആണ്. 50 മില്ലിഗ്രാം ഓർ 100 മില്ലിഗ്രാം ഓടി ദിവസം ഒരു നേരമായിരിക്കും കൊടുക്കുക. നമ്മളത് രാവിലെ ആയിരിക്കും കഴിക്കുക. വെറും വയറ്റിൽ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഇതൊക്കെ വെറും വയറ്റിലായിരിക്കും നമ്മൾ സാധാരണ കഴിക്കുക. ഇനി മെറ്റബോളിസത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റസാജിലിന്റെ മെറ്റബോളിസം നമുക്ക് വേറെ കളറിൽ എഴുതാം. റസാജിലിന്റെ മെറ്റബോളിസം എന്ന് പറയുന്നത് CYP1A2 വഴിയാണ് ഇത് മെറ്റബോളൈസ് ചെയ്യുന്നത്. അപ്പോൾ ആംഫിറ്റമിൻ ലൈക്ക് സാധനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല നമ്മൾ പറഞ്ഞു. പക്ഷെ പുകവലിക്കാരിൽ, സ്മോക്കിംഗ് ഉള്ള ആൾക്കാരിൽ ഇത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. സെലിജിലിൻ മെറ്റബോളൈസ് ചെയ്യുന്നത് സെലിജിലിൻ CYP തന്നെ 2D6 വഴിയും ആൻഡ് ഓൾസോ 2C19 വഴിയുമായിട്ട് മെറ്റബോളൈസ് ചെയ്യുന്നു. ആംഫിറ്റമിൻ ലൈക്ക് മെറ്റബോളൈറ്റ്സ് ഉണ്ടാവുന്നു പറഞ്ഞു. ആൻഡ് വൃക്കരോഗികളിൽ അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ യൂറിൻ. സഫിനാമൈഡ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ലിവർ രോഗികളിലാണ്. കുറച്ചൊന്ന് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക, ഡോസൊക്കെ നോക്കിയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കുന്ന ഡ്രഗ് ഇന്ററാക്ഷൻസും ആൻഡ് ഓൾസോ സം അഡ്വേഴ്സ് ഓർ സൈഡ് എഫക്ട്സും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. സോ MAO-A തടയും അല്ലെ, MAO-A MAO-B തടയുന്ന മരുന്നാണ് സെലിജിലിൻ. ദെൻ റിവേഴ്സിബിൾ ആണ് സഫിനാമൈഡ്. സോ ഇത് രണ്ടും അപ്പോൾ കുറച്ച് ഡ്രഗ് ഇന്ററാക്ഷൻസ് അപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയേക്കാം. സോ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉദാഹരണം ടൈറമിൻ റിച്ച് ഫുഡ്സ് ഉള്ള ചീസ് അല്ലെങ്കിൽ പിക്കിൾഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, SSRI പറയുന്നത് ആന്റി ഡിപ്രസന്റ് ആണ്. SNRIയും ആന്റി ഡിപ്രസന്റ് മരുന്നൊക്കെ തന്നെയാണ്. ദെൻ ഡെക്സ്ട്രോമെത്തോഫാൻ നമ്മൾ ചുമക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ദെൻ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസന്റ് ആണ്. ദെൻ മറ്റ് MAO ഇൻഹിബിറ്റേഴ്സ് ഉണ്ട് ആന്റി ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇതൊക്കെ 2 ആഴ്ച ഒരു വ്യത്യാസത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. ബിക്കോസ് MAO ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാത്തതിന് പല കാരണങ്ങൾ തന്നെ ബിക്കോസ് ഓഫ് ദിസ് ചീസ് റിയാക്ഷൻ, ടൈറമിൻ പോലെയുള്ള പ്രശ്നങ്ങളാണ്. ദെൻ സിറോട്ടോണിൻ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. ഇനി മറ്റൊരു പ്രശ്നം സഡൻ സ്ലീപ്പിനെസ് ആണ്. ഇവയും ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ മറ്റു ചില മരുന്നുകൾ കൂടിയുണ്ട്, അത് ഞാൻ പുറകെ പറയും. ആൻഡ് പെട്ടെന്ന് ഉറങ്ങിപ്പോകും. സോ സൂക്ഷ്മ ശ്രദ്ധ വേണ്ടുന്ന ജോലികൾ, ഇപ്പോൾ ഉദാഹരണം ഡ്രൈവിംഗ് അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ തന്നെ മയക്കം ഉണ്ടാക്കാം, ക്ഷീണം ഉണ്ടാക്കാം, ഡ്രൗസിനെസ് ഉണ്ടാക്കാം, ഫാറ്റീഗ് ഉണ്ടാക്കാം. ദെൻ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ, ഇതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ചെറുതായിട്ടൊക്കെ. ഇനി അല്പം BP വർദ്ധിപ്പിക്കാനും ഇടയുണ്ട്. ഇപ്പൊ ടൈറമിൻ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം, BP ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്ന പ്രശ്നമാണ് ടൈറമിൻ ചേർന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് ഡ്രഗ് ഇന്ററാക്ഷൻസിൽ നമുക്ക് പെടുത്താം. ഇനി ഡോപ്പമിൻ എന്തായാലും വർദ്ധിപ്പിക്കുമല്ലോ. ഡോപ്പമിൻ വർദ്ധിപ്പിക്കുന്ന പോലെ പ്രശ്നം എല്ലാ മരുന്നുകൾക്കും, ഈ ആന്റി പാർക്കിൻസൺസ് ഡ്രഗുകൾക്ക് എല്ലാത്തിനും ഉണ്ടാകും. സോ അതേ പ്രശ്നങ്ങൾ ഇതിനുണ്ടാകും. ലിവഡോപ്പ ലേറ്റ് സ്റ്റേജിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വർദ്ധിക്കും. സോ ഡിസ്കൈനേഷ്യ ഉണ്ടാക്കാം. ദെൻ സൈക്കാട്രിക് പ്രശ്നങ്ങൾ എന്ന് പറയും. ദെൻ കൺഫ്യൂഷൻ, സൈക്കോട്ടിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഹാലൂസിനേഷൻസ് ഉണ്ടാക്കാം. ഹാലൂസിനേഷൻസ് കൂടുതൽ തോന്നുന്നത് സെലിജിലിനാണ്. കാരണം ആംഫിറ്റമിനും കൂടി ഉണ്ടാവുന്നത്. മെറ്റബോളൈറ്റ് ഈസ് ആംഫിറ്റമിൻ ലൈക്ക് മെറ്റബോളൈറ്റ് നമുക്കറിയാം ഹാലൂസിനോജനിക് സബ്സ്റ്റൻസ് കൂടിയാണ്. ആൻഡ് ഇതുമൂലം സെലിജിലിൻ മൂലം ഉറക്കക്കുറവ് ഉണ്ടാക്കും നമുക്കറിയാം. ബിക്കോസ് ഇത് CNS സ്റ്റിമുലൻസ് ആണ്. ഇൻസോമിനിയ, ഉറക്കക്കുറവൊക്കെ ഉണ്ടാക്കാം. ഓക്കെ. ദെൻ ഓൾസോ നൗസിയ, ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, കോൺസ്റ്റിപ്പേഷൻ, അതൊക്കെ ഡോപ്പമിൻ കൂടുന്ന മൂലമാണ്. ബാക്കി മരുന്നുകൾക്കൊക്കെ നമുക്ക് പറയാം. ദെൻ സംടൈംസ് ഇറ്റ് ക്യാൻ കോസ് പെരിഫറൽ എഡീമ, ദെൻ വെയിറ്റ് ലോസ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. സോ ഇതൊക്കെയാണ് ഇവ ഉണ്ടാക്കാവുന്ന ചില പ്രശ്നങ്ങൾ. സോ നമ്മൾ പറഞ്ഞത് അപ്പോൾ 3 മരുന്നുകളെ കുറിച്ചിട്ടാണ്. 1 സെലിജിലിനാണ്, 2 റസാജിലിനാണ്, 3 സഫിനാമൈഡ്. രണ്ടും ഒരേ ഗ്രൂപ്പ് മരുന്നുകളാണെങ്കിലും 1 റിവേഴ്സിബിളും 2 ഇറിവേഴ്സിബിളും ആണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ 2 ഉപയോഗങ്ങളാണ്. ഒന്ന് ഏർലി PDയിൽ നമുക്ക് ഉപയോഗിക്കാം, റസാജിലിനായിരിക്കും ഉപയോഗിക്കാം. ദെൻ ലേറ്റ് PDയിലാണെങ്കിൽ നമുക്ക് സെലിജിലിന് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. സെലിജിലിന് ആന്റി ഡിപ്രസന്റ് എഫക്ട് ട്രാൻസ്ഡെർമൽ പാച്ച് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് എന്നെ ഓർത്തിരിക്കേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.